ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിയിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. അനുദിനം പോറ്റും നാഥനായി അളവില്ലാത്ത ദാനങ്ങളാൽ അനുദിനം പോറ്റും നാഥനായി പകരം എന്തു ഞാൻ നൽകിയിടുമേ പൂർണ്ണ ഹൃദയമോടാരാധിക്കും. ഹൃദയമോടാരാധിക്കും എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തുടർന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം അത് വായിക്കാം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. കിടക്കയിൽ കിടക്കുകയായിരുന്നു അവൻ. നാളായി അവൻ കിടപ്പിലാണ്. അവൻ രോഗിയാണ്, അവശനാണ്. 38 കൊല്ലമായിട്ട് അവൻ രോഗം. ആ കിടക്ക അവനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്, അവനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വഹിക്കുന്ന കിടക്കയിലാണ് അവൻ കിടക്കുന്നത്. കർത്താവ് അവനോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞവനോട് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക. എഴുന്നേൽക്കുക, കിടക്കയെടുക്കുക, നടക്കുക. ദൈവത്തിന് സ്തോത്രം. നീ ആക്റ്റീവ് ആകുക, നീ ഊർജ്ജസ്വലനാകുക, നീ ശക്തനാകുക, നീ ബലം പ്രാപിക്കുക. ഞാനല്ലയോ എന്നുകൊണ്ട് കൽപ്പിക്കുന്നത്, നിൻ്റെ സൃഷ്ടാവല്ലയോ എന്നുകൊണ്ട് പറയുന്നത്, നിന്നെ മെനഞ്ഞ് ഈ ഭൂമിയിലാക്കിയ നിൻ്റെ രക്ഷകനല്ലയോ എന്നുകൊണ്ട് പറയുന്നത്, നിൻ്റെ വീണ്ടെടുപ്പുകാരനായ ഞാൻ നിന്നോട് പറയുകയാണ്, നീ എഴുന്നേൽക്ക്, നിൻ്റെ കിടക്ക നീ എടുത്ത് ചുമക്ക്. നീ അങ്ങനെ ധൈര്യം പ്രാപിച്ച് ശക്തി പ്രാപിച്ചിട്ട് നീ നടക്ക. ദൈവത്തിന് സ്തോത്രം. ഉടനെ ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. സൗഖ്യദായകനായ ക്രിസ്തു, സൗഖ്യം തരുന്നതിനായ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരുടെയെങ്കിലും ജീവിതത്തിൽ സൗഖ്യം കിട്ടുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ സൗഖ്യം കിട്ടുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കർത്താവിനോട് പറയാം. കർത്താവിനോട് പറയാം, വേറെ ആരും കേൾക്കണ്ട. യേശുക്രിസ്തു നിങ്ങളുടെ വാക്ക് കേൾക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ച കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൽ കരം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, നീ മനസ്സലിഞ്ഞ് എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് രോഗിയായി കിടക്കുന്നു. ഒന്ന് കർത്താവേ, ഒന്ന് ചെന്ന് തൊടണമേ. എൻ്റെ വീട്ടിലൊന്ന് ചെന്ന് തൊടണമേ. അല്ല, ഹോസ്പിറ്റൽ ബെഡിൽ ചെന്ന് തൊടണമേ. ദൈവത്തിന് സ്തോത്രം. യേശു വന്നാൽ അവിടെ സൗഖ്യമാണ്. യേശു വന്നാൽ അവിടെ സമാധാനമാണ്. യേശു വന്നാൽ അവിടെ സുഖമാണ്. യേശു വന്നാൽ സന്തോഷമാണ്. യേശു വന്നാൽ ഐശ്വര്യമാണ്. യേശു വന്നാൽ സമൃദ്ധിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു വരട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്. വിളിക്കൂ നിങ്ങൾ യേശുവിനെ, രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കൂ. ഒന്നും വേണ്ട, നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾക്ക് സൗജന്യമായി ദാനമായി തരികയാണ്. രക്ഷ സൗജന്യമാണ്. രക്ഷ കൃപയാലാണ്. സൗജന്യമായി കിട്ടുന്നു, സൗജന്യമായി തരികയാണ്. കർത്താവ് നിങ്ങൾക്കൊന്നും കൊടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. യേശുവിനൊന്നും കൊടുക്കണ്ട, യേശുവിൻ്റെ മക്കൾക്കും ഒന്നും കൊടുക്കണ്ട. നിങ്ങളുടെ കാര്യം ചെയ്യൂ. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ കൊടുക്കൂ. നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കൂ. നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കൂ. മകനേ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ് യേശു പറയുന്നത്. മകനേ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ഹൃദയത്തിലാണ് യേശു വസിക്കുന്നത്, പുറമേയല്ല. പുറമെയുള്ള കുരിശുവരയ്ക്കലിലോ പുറമെയുള്ള ചടങ്ങുകളിലോ പുറമെയുള്ള ആചാരങ്ങളിലോ ഒന്നുമല്ല. അതെല്ലാം നിർജ്ജീവമായ ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങൾ മാത്രം. അതിലൊന്നുമല്ല യേശു വസിക്കുന്നത്. യേശു വസിക്കുന്ന മനുഷ്യ ഹൃദയത്തിലാണ്. ചുണ്ടിൽ പ്രാർത്ഥന ഉണ്ടായാൽ പോരാ, ഹൃദയത്തിൽ പ്രാർത്ഥന വരണം. ഇന്ന് ചുണ്ടിൽ പ്രാർത്ഥനയുണ്ട്, അധര ചർവണം, ചുണ്ടുകൊണ്ട് ചലിക്കുക എന്ന് പറയും. പക്ഷേ എന്താണ് പ്രാർത്ഥിക്കുന്നത് അറിയുന്നില്ല. ഏതോ ഒരു യന്ത്രം കറങ്ങുന്നത് പോലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്കുള്ള വിളിയാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്കുള്ള വിളി. ആഴിയെ വിളിക്കുന്നു, ആഴത്തിൽ വിളിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിൽ പറയും, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നീർച്ചാട്ടങ്ങൾ ഏതാണ്? നീർച്ചാട്ടം ജീവജലത്തിൻ്റെ സമൃദ്ധിയേറിയ പ്രവാഹം. ജീവജലത്തിൻ്റെ സമൃദ്ധിയായ പ്രവാഹത്തിൽ ദൈവത്തിൻ്റെ വിളിയാണ് നാം കേൾക്കുന്നത്. ജീവജലം. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളൊന്നും നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളായിരിക്കില്ല. എന്നാൽ നിങ്ങൾ കേൾക്കൂ. ജീവജലത്തിൻ്റെ സമൃദ്ധിയിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങൾക്ക് കുതിച്ചാടുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ജീവജലം കുടിച്ച് നിങ്ങളുടെ ദാഹം മാറാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ മാറാൻ സാധിക്കും. ആ മനുഷ്യൻ എഴുന്നേറ്റു, കിടക്കെടുത്ത് നടന്നു. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞവന് ഇപ്പോൾ ആളുണ്ടായി. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞവന് ഇപ്പോൾ ഉടമസ്ഥനുണ്ടായി. സ്തോത്രം. യേശു പറഞ്ഞില്ല, പക്ഷേ തെളിയിച്ചു, നിനക്ക് ഞാനുണ്ട്. 38 ആണ്ട് രോഗിയായി കിടന്ന മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, അല്ല പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്, നിനക്ക് ഞാനുണ്ട്. എഴുന്നേറ്റ് കിടക്കയിട്ട് നടക്ക. ഞാനല്ലയോ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്,
ഞാനല്ലയോ എന്നോട് കൽപ്പിക്കുന്നത്, എൻ്റെ വചനമല്ലയോ നിൻ്റെ നേരെ വരുന്നത്. എൻ്റെ വചനം നിൻ്റെ മേൽ ഒന്ന് ആഞ്ഞടിക്കുകയാണ്. ഈ വചനത്താൽ നിനക്ക് ജീവിക്കാം, ഈ വചനത്താൽ നിനക്ക് എഴുന്നേൽക്കാം, ഈ വചനത്താൽ നിനക്ക് ശുദ്ധിയുള്ളവനായി തീരാം, ഈ വചനത്താൽ നിനക്ക് നല്ല ധൈര്യത്തോടെ എഴുന്നേറ്റ് നടക്കാം. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. നിൻ്റെ തളർച്ചയെല്ലാം മാറും. നിനക്ക് കിടക്കെടുക്കാനുള്ള പ്രാപ്തി കിട്ടും. നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. തനിയെ എഴുന്നേൽക്കാൻ സാധിക്കും. ആരുടെ സഹായം വേണ്ട. തനിയെ എഴുന്നേൽക്കാൻ സാധിക്കും. നിൻ്റെ ആ കിടക്ക ചുമക്കാൻ നിനക്ക് സാധിക്കും. നടന്നുകൊള്ളൂ, ധൈര്യമായിട്ട് നടന്നുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യം. അവൻ കിടക്കെടുത്ത് നടന്നു. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങളായി, 38 ആണ്ടല്ല, അതിൽ കൂടുതലാകാം, അല്ല കുറവാകാം, വർഷങ്ങളായി ആത്മീയമായി എഴുന്നേറ്റിട്ടില്ലാത്ത അനേകം ആളുകളുണ്ട്. ആത്മീയമായി എഴുന്നേറ്റിട്ടില്ല, കിടന്ന കിടപ്പാണ്. അവർ ഒരുപക്ഷേ അവർ കിടക്കുന്നിടത്ത് അവർക്ക് മദ്യം കിട്ടുന്നുണ്ടാകും. അവർ ജീവിക്കുന്നിടത്ത് അവർക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ വരുന്നുണ്ടാകും. അവർ ജീവിക്കുന്നിടത്ത് പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടാകും. ജീവിക്കുന്നിടത്ത് കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളോ കിട്ടിയെന്ന് വരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പലതിലും മയങ്ങിക്കിടക്കുകയാണ് അനേകർ മയങ്ങിക്കിടക്കുകയാണ്. സ്നേഹിത, നിന്നോട് ഞാൻ പറയട്ടെ, ഇന്ന് ഈ വാക്കുകൾ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇനി എൻ്റെ മദ്യപാനത്തോട് ഞാനിതാ യാത്ര പറയുന്നു. ഒരു 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 ഏറ്റവും കുറഞ്ഞ അളവ് പോലും ഞാൻ തൊടുകയില്ല, ഞാൻ കുടിക്കുകയില്ല. കുടിക്കുന്നതിൻ്റെ അടുക്കൽ പോയി ഞാൻ ഇരിക്കുകയുമില്ല. എൻ്റെ കർത്താവേ, ഞാനിത് നിന്നോട് പറയുന്ന വാക്കാണ്. എൻ്റെ വാക്ക് നീ സ്വീകരിക്കണമേ. ഇനി അരുതാത്ത ഒരു നോട്ടം എൻ്റെ കണ്ണിൽ വരികയില്ല. ഈ കണ്ണ് എൻ്റെ കർത്താവെ മറ്റുള്ള വേദനിക്കുന്നവരെ നോക്കാൻ, ആർദ്രതയോടെ നോക്കാനുള്ള കണ്ണാണ്. ഈ കണ്ണ് അശുദ്ധ ചിത്രങ്ങൾ കാണാനുള്ള കണ്ണല്ല. ഇത് ബ്ലൂ ഫിലിംസ് കാണാനുള്ള കണ്ണല്ല. ഇത് വൃത്തികെട്ട പടങ്ങൾ കാണാനുള്ള കണ്ണല്ല. എൻ്റെ കർത്താവ്, ഈ കണ്ണ് യേശുവിനെ കാണാനുള്ള കണ്ണാണ്. ഈ കണ്ണ് യേശുവിൻ്റെ മനോഹരത്വം കാണാനുള്ള കണ്ണാണ്. ഈ കണ്ണ് യേശുവിൻ്റെ സൗന്ദര്യം കാണാനുള്ളതായ കണ്ണാണ്. ഈ കണ്ണ് യേശുവിൻ്റെ വിശുദ്ധി കാണാനുള്ള കണ്ണാണ്. ഈ കണ്ണ് യേശുവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് വാത്സല്യത്തോടെ ആർദ്രതയോടെ അനേകരെ നോക്കാനുള്ള കണ്ണാണ്. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിച്ചുകൊണ്ട് അവരോട് സഹതപിക്കാനുള്ള കണ്ണാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ കൈകൾ അശുദ്ധി പിടിക്കാനുള്ള കൈയല്ല. ഇത് എൻ്റെ യേശു എനിക്ക് തന്ന ഈ കൈകൾ പ്രവർത്തിക്കാനുള്ള കൈകളാണ്. നന്മ പ്രവർത്തിക്കാനുള്ള കൈകളാണ്. ഇത് ഇനി തിന്മ പ്രവർത്തിക്കുകയില്ല, അരുതാത്തത് എഴുതുകയില്ല. എൻ്റെ കർത്താവേ, ഇല്ല, അരുതാത്തത് പിടിക്കുകയില്ല. ഇല്ല കർത്താവേ, ഇല്ല, ഇനി അരുതാത്തൊരു കാര്യത്തിന് കൈ പോവുകയില്ല. ഇത് ഇപ്പോൾ എൻ്റെ കൈയായിരിക്കുകയാണ് ഇതുവരെ, ഇപ്പോൾ നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരുന്നു. ഈ കൈ നിൻ്റെ കൈയായി നീ മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് ആർക്കും അസാധ്യമായ കാര്യമല്ല ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ വൻകൃപയാൽ നിങ്ങൾക്ക് ഇന്ന് സാധ്യമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങളെല്ലാം ക്രിസ്തുവിന് സമർപ്പിക്കുന്ന ഒരു അനുഗ്രഹം. അവയവങ്ങളൊക്കെയും ക്രിസ്തുവിന് സമർപ്പിക്കുന്നു. ഊർജ്ജസ്വലതയുണ്ടാകും നിങ്ങൾക്ക്, നല്ല ചൈതന്യം ഉണ്ടാകും നിങ്ങൾക്ക്. ദൈവത്തിന് സ്തോത്രം. നല്ല ഉണർവോടെ നിങ്ങൾക്ക് ദൈവത്തിന് വേല ചെയ്യാൻ സാധിക്കും. ഒരാളെയെങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് പ്രസംഗിക്കാനല്ല പറയുന്നത്. എല്ലാവരും പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന വേലയാണ് ആളാമൃതി വേല. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതായ വേല നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം. നിങ്ങളെ ആരെങ്കിലും പഴിച്ചാൽ പോലും ആരോട് പരാതിയില്ലാത്തൊരു ജീവിതം, ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നീരസം വരാത്ത ഒരു ജീവിതം, ആരെങ്കിലും നിങ്ങളെ ആക്ഷേപിച്ചാൽ പോലും ഒരു ഭാരമോ പരിഭ്രമോ വരാത്ത ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആദ്യം സാക്ഷ്യമാകട്ടെ. ജീവിതം സാക്ഷ്യമായി തീരട്ടെ. ഈ ജീവിതത്തിൽ വന്ന രൂപാന്തരത്തോടുകൂടി നിങ്ങളൊരു ബന്ധു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ദൈവത്തിന് കൃപ പകരും. ആ വീട്ടിൽ ദൈവത്തിന് സ്നേഹം വരും. ഈ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയായിക്കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ ചെന്നാൽ ആ സ്ഥാപനത്തിൽ ദൈവാത്മാവ് വ്യാപരിക്കും, പ്രവർത്തിക്കും. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ ഓഫീസിലേക്ക് ചെന്നാൽ ആ ഓഫീസിൽ ക്രിസ്തുവിനെ സൗകര്യം അവിടെ വീശുകയും അവിടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. നിങ്ങളിൽ അനുഗ്രഹീതമായ ചില സമ്പത്തുകൾ കർത്താവ് വെച്ചിട്ടുണ്ട്. അനുഗ്രഹീതമായ ചില ധന്യമായ സമ്പത്തുകൾ കർത്താവ് വെച്ചിട്ടുണ്ട്. ആ സമ്പത്ത് നിങ്ങളെടുത്ത് വിനിയോഗിക്കുക. യേശുവിന് വേണ്ടി വിനിയോഗിക്കുക. ഞാൻ പൈസയുടെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സ്വാധീന ശക്തി, നിങ്ങൾക്കുള്ളതായ മറ്റുള്ളവരുള്ളതായ ആ പെരുമാറാനുള്ളതായ കഴിവ്, സംസാരിക്കാനുള്ളതായ പ്രാപ്തി, ഇതെല്ലാം നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടന്നു. അടുത്ത ഖണ്ഡിക വായിക്കാം. അടുത്ത ഖണ്ഡിക. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ
കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞുവെന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരമുണ്ടായിരിക്കിയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരുടെ നിയമം ശബത്തുനാളിൽ ഒന്നും എടുക്കരുതെന്നാണ്. വീടിൻ്റെ മുറ്റത്ത് ഒരു കരിയിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റരുത്. കാരണം ശബത്തുനാളിൽ ഒന്നും ചെയ്യരുത്. യഹൂദന്മാരുടെ നിയമമാണ്, അവരുടെ ന്യായപ്രമാണ നിയമമാണ്. ആ നിയമം പാലിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ എന്തായി? അവൻ കിടക്കെടുത്ത് ചുമക്കുന്നു, കിടക്കെടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നു. യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പള്ളി പ്രമാണികർക്ക് ഇഷ്ടപ്പെട്ടില്ല. പാവപ്പെട്ടവൻ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നു. 38 കൊല്ലമായി തളർന്നു കിടന്നവൻ എഴുന്നേറ്റ് നടക്കുന്നു പറയുന്നത് അവരെ സന്തോഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അതല്ല അവരുടെ വിഷയം. ഇവൻ ശബത്ത് ലംഘിച്ചിരിക്കുന്നു, ശാബത്ത് ലംഘിച്ചിരിക്കുന്നു, ശാബത്തിൻ്റെ പ്രമാണം ലംഘിച്ചിരിക്കുന്നു. അന്നത്തെ പോലെ ഇന്നും അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന പലരും ഉണ്ട്. ഇന്നും ചില പ്രമാണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അത് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾ കേൾക്കൂ, ഏറ്റവും വലിയ പ്രമാണം സൗഖ്യവും സമാധാനവുമാണ്. ഇവന് ആ കിടക്കെടുത്ത് നടന്നപ്പോൾ അവർ പറഞ്ഞു, ന്യായപ്രമാണം അറിയാവുന്ന ശാസ്ത്രികളും പരീക്ഷന്മാരും പറഞ്ഞു, നീ കിടക്കെടുക്കുന്ന വിഹിതമല്ല. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ, എന്നോട് കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കിടക്കെടുത്ത് നടക്കുകയാണ്. അവൻ തൽക്കാലം അവൻ്റെ തടി രക്ഷിക്കുകയാണ്, തൽക്കാലം അവൻ രക്ഷപ്പെടുകയാണ്. അവരുടെ മുമ്പിൽ ചീത്തയാകാതിരിക്കാൻ അവൻ രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ പള്ളി പ്രശ്നമാക്കി കളയും, പള്ളിയിൽ നിന്ന് മുടക്ക് കൽപ്പന വരും. അതുകൊണ്ട് അവൻ പറയുകയാണ്, എന്നെ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാമെന്ന് പറഞ്ഞ ആൾ ആരാണ്? അയ്യോ, എനിക്കറിയാൻ വയ്യ. അത് ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ. യേശു അപ്പോഴേക്കും മാറിക്കളഞ്ഞിരുന്നു. പക്ഷേ എത്തി കഴിഞ്ഞപ്പോൾ യേശു അവിടെ വന്നു, അവൻ്റെ അടുക്കലേക്ക് വന്നു. നീ ഒരു കാര്യം ഓർത്തോളണം, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിനക്ക് സൗഖ്യമായല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ ഇപ്പോൾ ഒന്നിനേക്കാൾ വലിയ രോഗം വരും. നീ ഇനിയും പാപത്തിലേക്ക് പോയാൽ, നീ തിന്മയിലേക്ക് പോയാൽ ഇതിലധികം ദോഷം നിനക്ക് വരും. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി മേലിൽ പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്ക് ഒരു രക്ഷകർത്താവ് തന്നെങ്കിൽ, നമുക്കൊരു സമാധാന കർത്താവ് തന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ വ്യത്യാസം കർത്താവ് തന്നെങ്കിൽ, കുടുംബത്തിലെ ആകമാനുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം കർത്താവ് തന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. സാക്ഷിക്കാൻ മടിക്കരുത്. ഈ പാവ മനുഷ്യൻ സാക്ഷിക്കാൻ മടിച്ചു. യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത് എന്ന് പറയാൻ അവൻ മടിച്ചു. അവനത് പറയാൻ ധൈര്യം കാണിച്ചില്ല. കാരണം അവനത് പറഞ്ഞാൽ അവനെ പള്ളി പ്രശ്നമാക്കും. അതുകൊണ്ട് അവൻ ചെയ്യേണ്ടത് ചെയ്യാതെ അവൻ അത് മാറ്റിക്കളഞ്ഞു, പറഞ്ഞില്ല. അവൻ പറയേണ്ടത് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു കൃപ കിട്ടിയെങ്കിൽ, നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു സമാധാനം കിട്ടിയെങ്കിൽ അത് സാക്ഷിക്കാൻ നിങ്ങൾ മടിക്കണ്ട. അത് പറയാൻ നിങ്ങൾ മടിക്കരുതെന്ന് മാത്രമല്ല, അത് ധൈര്യമായി പ്രസ്താവിക്കുക. എന്ത് വന്നാലെന്ത്, പള്ളി പ്രശ്നമാക്കിയാലെന്ത്. പ്രിയപ്പെട്ടവരെ, ആ പാവ മനുഷ്യൻ പേടിച്ചു, പള്ളി പ്രശ്നമാക്കുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് അത് ആരാണ് എനിക്ക് സൗഖ്യം തന്നതെന്ന് എനിക്കറിയാൻ വയ്യ എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു. എന്നാൽ യേശുവിനെ നീ പിന്നെ കണ്ടു. നോക്ക്, നീ ചെയ്തതെല്ലാം ഞാൻ അറിഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. നിനക്ക് സൗഖ്യം കിട്ടിയല്ലോ. ഇനിയും പാപത്തിലേക്ക് പോയാൽ, ഇനിയും നീ എന്നോട് പറഞ്ഞ വാക്കനുസരിച്ച്, നിനക്ക് ഞാൻ ഏൽപ്പിച്ച ദൗത്യം അനുസരിച്ച് നിൽക്കാതെ നീ പോയാൽ നിനക്ക് ഇനിയും അധികം തിന്മയായത് വരും. ഇപ്പോൾ ഒന്നിനേക്കാൾ കൂടുതൽ ദോഷം നിനക്ക് വരും. ദൈവത്തിന് സ്തോത്രം. രക്ഷ കിട്ടിയവർ, മാനസാന്തരം കിട്ടിയവർ, അവർ വാസ്തവമായി സ്തുതിക്കുകയോ സാക്ഷിക്കുകയോ ചെയ്യാതെ ഒഴിവായി മാറിയാൽ ശിക്ഷ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു വീണ്ടെടുപ്പ് കിട്ടിയെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സമാധാനം കിട്ടിയെങ്കിൽ, ക്രിസ്തുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, നിത്യജീവൻ്റെ അവകാശം നിങ്ങൾ കിട്ടിയെങ്കിൽ, ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി കിട്ടിയെങ്കിൽ, എങ്കിൽ നിങ്ങളതിൽ ഉറച്ചു നിൽപ്പീൻ. ഇല്ലെങ്കിൽ അധികം തിന്മയായത് വരും. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. വളരെ ഗൗരവമായി ഈ കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾക്ക് ചിലർക്ക് ദൈവം തന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, ദൈവം തന്ന ചില നന്മകളുണ്ട്, പ്ലസ് പോയിൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പ്ലസ് പോയിൻറ്റുകൾ
എന്തെല്ലാമാണത്? നിങ്ങൾക്കൊരു നല്ല ഭർത്താവിനെ തന്നു, നിങ്ങൾക്ക് സ്നേഹമുള്ളൊരു ഭാര്യയെ തന്നു, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ തന്നു, നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം തന്നു, നിങ്ങൾക്ക് കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള ചെലവിനുള്ള വക തന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു തൊഴിൽ തന്നു. ഇല്ലേ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നോക്കൂ. അല്ല, ഇതൊന്നുമില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കേൾക്കാൻ കാത് തന്നു, നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങൾ കണ്ണും വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയും തന്നു. തിരുവചനം വായിക്കാം, വേദപുസ്തകം വായിക്കാം. നിങ്ങൾക്ക് ഓർത്തോർത്ത് നോക്കിയാൽ പ്ലസ് പോയിന്റുകളല്ലേ ഉള്ളൂ. ദൈവം തന്ന നന്മകൾ മാത്രം കാണുക, നന്മകൾ മാത്രം കാണുക. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, അപ്പോൾ നിങ്ങൾ വിഷാദത്തോടിരിക്കുകയാണ്. ആ വിഷാദം തീരുകയുമില്ല. എങ്കിലും നിങ്ങൾ ഓർക്കണം, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സത്യത്തിൽ വഴി നടത്തും. തീരുമാനിക്കാം നിങ്ങൾക്ക്. ഭാര്യ നേരത്തെ മരിച്ചുപോയി, അതേ, ഞാൻ ഇന്ന് വിഭാര്യനായിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. ശരി, എന്നാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യ മരിച്ചുപോയെങ്കിലും നീ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നത്. എനിക്ക് എന്നെ നോക്കാൻ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ തന്നു, സ്നേഹമുള്ള മക്കളെ തന്നു. എൻ്റെ കർത്താവേ, നീ എനിക്ക് കിടപ്പാടം തന്നൊരു ഭവനം തന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു. ദൈവമേ, നീ എനിക്ക് തന്ന നന്മകൾ ഓർത്താൽ നിന്നെ സ്തുതിക്കാതിരിക്കാൻ വയ്യ. സ്തുതിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ് ഏതിനു മുമ്പ് കൊണ്ടൊന്നും സമർപ്പിക്കാൻ നല്ലതൊന്നും എൻ്റെ കയ്യിലില്ല. ദൈവമേ, ഒരു നിസ്സാരമായൊരു ഹൃദയം, നിസ്സാരമായൊരു ആയുസ്, കർത്താവേ, രോഗഗ്രസ്തമായൊരു ശരീരം, എൻ്റെ കരുണയുള്ള കർത്താവേ, അതേ എൻ്റെ പക്കലുള്ളൂ. അത് ഞാനിതാ നിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് അർപ്പണം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കൊടുക്കാമോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാമോ? കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് അനുഭവിക്കാൻ നീ ഭാഗ്യം തന്നല്ലോ. നിൻ്റെ വചനം കേൾക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. നിൻ്റെ വചനം കേൾക്കാനുള്ള കൃപ എനിക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊരു മഹാഭാഗ്യമാണ്. പ്ലസ് പോയിന്റുകൾ എടുത്ത് എണ്ണിക്കൊള്ളൂ. എല്ലാ പ്ലസ് പോയിന്റുകളും, നന്മയുടെ വശങ്ങൾ എന്തെല്ലാം ഉണ്ട്, പ്ലസ് പോയിന്റുകൾ ഏതെല്ലാം ഉണ്ട്. അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കൂ. നിങ്ങൾ ദൈവത്തെ ആർപ്പോടെ സ്തുതിക്കൂ. ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കിട്ടിയ നന്മകളെ നിങ്ങൾ ഓർക്കുക. ഏതെല്ലാം തിന്മകളുണ്ടെന്നുള്ളതെല്ലാം മൈനസ് പോയിന്റുകളെല്ലാം മാറ്റിവെക്കുക. അതിലേക്ക് നോക്കണ്ട. മൈനസ് പോയിന്റുകൾ ഉണ്ടായിരിക്കും, അത് നോക്കണ്ട. പ്ലസ് പോയിന്റുകൾ മാത്രം കാണുക. നിങ്ങൾ ഇല്ലാത്തതിലേക്ക് നോക്കാതെ ഉള്ളതിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക. കർത്താവേ, എനിക്ക് ഇത്രയും കാലം നീ ആയുസ് തന്നു, ഈ പ്രായം വരെയും നീ എനിക്ക് ജീവിതം തന്നു, ഇതുവരെ എനിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവസരം തന്നു. വചനം കേട്ടിട്ട് ഞാൻ ഇതുവരെയും മാനസാന്തരപ്പെട്ടില്ലായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു. കർത്താവേ, ഇനി ഞാൻ പുതിയ ജീവിതം തുടങ്ങുന്നു. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നാഥ, നിൻ്റെ തിരു രക്തത്താൽ എന്നെ നീ ഒന്ന് കഴുകണമേ. എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാപങ്ങളെല്ലാം നീ കഴുകി മാറ്റണമേ. വന്നുപോയ പാപങ്ങൾ, ആ പാപങ്ങളുടെ ഫലമായി എനിക്ക് രോഗം വന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോട് യാത്ര പറയുന്നു. നിൻ്റെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ. നിൻ്റെ ചങ്കുപൊട്ടി ഒഴുകിയ ചോരയാൽ എന്നെ കഴുകിയെടുക്കണമേ. നിൻ്റെ തിരു രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചെടുക്കണമേ. നീ എന്നെ നിൻ്റെ മകനും നിൻ്റെ മകളും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ. നാഥ, ഞാൻ നിന്നെ രക്ഷകനായി സ്വീകരിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ എൻ്റെ വീണ്ടെടുപ്പുകാരനായി സ്വീകരിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. സമർപ്പിക്കാൻ മടിക്കേണ്ട, ലജ്ജിക്കേണ്ട. സമർപ്പിക്കൂ. യേശുവിനോട് പറയൂ, യേശുവേ, ഇന്ന് ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ആണിപ്പാളുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് എൻ്റെ നേരെ നിൽക്കുന്ന എൻ്റെ രക്ഷകൻ്റെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ എന്നെ വിട്ടുതരികയാണ്. എന്നെ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ നല്ല നാമം എൻ്റെ മേൽ എഴുതണമേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. ജീവൻ്റെ പുസ്തകം തുറന്നിരിക്കുന്നല്ലോ, ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതി ചേർക്കണമേ. വന്നുപോയ പാപങ്ങളെല്ലാം ഓർക്കരുതേ, ക്ഷമിക്കണമേ. വന്നുപോയ പാപങ്ങളും കെടുതികളെല്ലാം എന്നോട് ക്ഷമിച്ച് മാപ്പ് തരണമേ. എന്നെ നീ വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ തളിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി നിങ്ങളുടെ തലമേൽ വന്ന് വീഴും. അപ്പോൾ നിങ്ങളുടെ പഴയ പാപങ്ങളെല്ലാം മാറിയവരായി, നിങ്ങൾ വിശുദ്ധരായി നിങ്ങൾ എഴുന്നേൽക്കും. നിങ്ങൾക്ക് സമാധാന ജീവിതം നയിക്കാൻ തുടങ്ങും. നിങ്ങൾ സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അനന്തരഭാവി തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പാവമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾ തീരുമാനിക്കുന്നു? യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്നു?
നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ തലകളെ വണക്കാം. ദൈവത്തിന് സ്തോത്രം. തല വണക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. നിങ്ങൾക്ക് ഹൃദയത്തിൽ പറയാം, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഇതുവരെ ഉള്ളതുപോലെയല്ല. ആ പാവങ്ങളോടെല്ലാം ഞാൻ യാത്ര പറയും. നീ ഇല്ല കർത്താവേ, ഇല്ല ഇല്ല, ഇനിയില്ല. അരുതാത്തൊന്നും ഞാൻ ഇനി തൊടുകയില്ല. എൻ്റെ കർത്താവേ, എല്ലാ പാവവും വിട്ട് ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കും. എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലത്തിലെ പാവങ്ങളോ നാഥാ, നിൻ്റെ രക്തത്താൽ കഴുകി തരണമേ. നിൻ്റെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ പാവങ്ങളെല്ലാം കഴുകി വെടിപ്പാക്കണമേ. എനിക്ക് വേണ്ടി ചങ്കിലെ ചോരയൂറ്റിയ യേശുവേ രക്ഷക, ഇപ്പോൾ നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നാഥാ, നിൻ്റെ കുരിശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്നെ നിൻ്റെ മകനും എന്നെ നിൻ്റെ മകളും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, അവിടെ നിങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, തൃക്കര ഞങ്ങളുടെ നേരെ നീട്ടിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് അനുഗ്രഹത്തിന് സുദിനമാക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കളെല്ലാവരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മക്കളെല്ലാവരെയും ചേർത്ത് അണയ്ക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ, കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.